നമസ്കാരം സാർ, ഇരിക്കണം. വരണ്ട അച്ഛനല്ലേ? ആയിപ്പോയി. വരണ്ട മാർക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്ക് പഠിച്ചിട്ടില്ല. പിടിക്കുന്നില്ലല്ലോ. തോറ്റു. ഞാൻ പ്രതീക്ഷ മാം, ഇവൻ്റെ വീട്ടിലുള്ള പെരുമാറ്റവും പഠിത്തത്തിലോട്ടുള്ള പോക്കൊക്കെ കണ്ടപ്പം ഞാൻ പ്രതീക്ഷ തോക്കുമെന്ന്. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പിന്നെ എനിക്കൊന്നും അറിയില്ല. ഇപ്പം ക്ലാസ്സിൽ അങ്ങനെയാണ് പെരുമാറ്റം. അങ്ങനെ ക്ലാസ്സിലൊക്കെ വലിയ ഫാൻസാണ് ആൾക്ക്. ഫാൻസ് ഇവരാണോ ഫാൻസ്? ഭയങ്കര കടന്ന് ചിരിക്കുന്നതിനാ 100 മടിച്ചിട്ടാണോ നിൽക്കുന്നത്? അവൻ്റെ ചിരിക്കാണ് ഏറ്റവും വലിയ ഫാൻസ്. ഓ, ചിരിക്കാണല്ലേ ഫാൻസ്? ചിരിച്ചാടാ. അയ്യോ, ഞാനാണെങ്കിൽ ഫാനായിപ്പോയി. ശിവനും ചിരിക്കത്തില്ല, ഇനിയും ചിരിക്കത്തില്ല. എൻ്റെ പല്ലെൻ്റെ ഇരിക്കും, ചിരിക്കത്തില്ല ഇനി. ഓക്കെ. എന്താ സാർ അങ്ങനെ പറഞ്ഞേ? കാരണം അങ്ങനെയാണ് മാം, പഠിക്കത്തില്ല. ശരിയാണ്, അവരോടിപ്പോൾ പഠിക്കുന്നില്ല. ഫോൺ 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 സ്കൂളില്ലാത്ത വിശേഷങ്ങൾ വരെ ഉണ്ടാക്കി വന്ന് വീട്ടിൽ നിന്ന് പറയും. ഇത് സ്കൂളിൽ സമയമില്ലേ അവർക്ക് സംസാരിക്കാൻ? ബ്രേക്ക് ടൈം ഇല്ലേ? ഇല്ല. പുതിയ വിശേഷങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ സംസാരിക്കും ഫോൺ വിളിച്ച്. സ്നേഹത്തോടെ പഠിക്കാൻ പറഞ്ഞാലും പോടാ എന്നുള്ള രീതിയിലാണ് അവൻ്റെ സംസാരം. ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും അവൻ്റെ പെരുമാറ്റം അങ്ങനെയാണ്. നീ പോടാ, നീ ഏതവനാ എന്നുള്ള സംസാരമാണ് അവൻ സംസാരിക്കുന്നത്. എനിക്കറിയത്തില്ല ഇവൻ ഇപ്പോൾ 10ലാണ്, എങ്ങനെ ബോർഡ് എക്സാം ജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. നാണക്കേടാണ് മാം, നാണക്കേടാണ്. സ്പോർട്സിൽ വലിയ ആളാണെന്ന് പറഞ്ഞു, പക്ഷെ ഒരു പ്രൈസും ഇല്ല. സ്പോർട്സിലും ഇല്ല, ഒരു ഗുണവും ഇല്ല. ശരി മാം. ഓക്കെ സാർ, ആയിക്കോട്ടെ.